ഒന്ന് വീട്ടിലേക്ക് ആക്കിയിട്ട്. ശരിയാ സാർ. മുഹമ്മദ് അപ്പൊ പിന്നെ സാറേ ഞാൻ ഇറങ്ങി. ശരി. എന്തായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല? എന്തായത്? മാപ്പ് എന്റെ ജ്യേഷ്ഠ, നമുക്കിതൊക്കെ വേണോ? സാറിന് ചെറിയൊരു അബദ്ധം പറ്റിയതാ, അത് വിട്ടുകളഞ്ഞേക്ക്. എന്തൊക്കെയായാലും സാർ ഇങ്ങനെ ഒരു പൊസിഷനിലിരിക്കണതല്ലേ. ഇത് തൻ്റെ കയ്യിലിരിക്കുന്നത് എന്നും സാറിനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ നമുക്കിത് വേണ്ട അല്ലേ? അപ്പൊ ഇത് കീറിയേക്കാം. അങ്ങനെ അത് തീർന്നു. ജ്യേഷ്ഠ, ഒരു നമ്മുടെ പങ്ക് കിട്ടിയില്ല. പങ്കോ? കമ്മീഷൻ. കമ്മീഷനോ? അതെ, കമ്മീഷൻ. കേട്ടിട്ടില്ലേ? അല്ല സേവരൻ, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു... ജയകൃഷ്ണ, കച്ചവടം വേറെ, കമ്പനി വേറെ. അപ്പോ ഇതിനു വേണ്ടിയാണല്ലേ എല്ലാത്തിനും കൂടെ നിന്ന്? പിന്നെ നാട്ടു നടപ്പല്ലേ. എന്തായാലും ഇതൊന്നും അവർക്ക് കൊടുത്തിട്ട് ഈ പ്രശ്നം തീർക്കട്ടെ, എന്നിട്ട് കമ്മീഷനൊക്കെ തരാം. അതൊന്നും ശരിയാവില്ല. നിങ്ങളുടെ നിപ്പത് കിട്ടിയില്ലെങ്കിലേ പിന്നീട് ഞാൻ പാടുപെടും. കൊടുത്തേക്ക്. അപ്പൊ ശരി. ഈ സൈസ് ഇനിയുണ്ടോ? സംഭവം അറിഞ്ഞോ നമ്മുടെ ആ ജ്യേഷ്ഠ? ആചാര്യ പിഴിങ്ങിയ 2ഉം സേവർ അവന്റെ അപ്പനെ കെട്ടിക്കാൻ കൊണ്ടുപോയ 40ഉം 240 പിന്നെയും കുറഞ്ഞു. ഓ എടാ, ഞാൻ പറയുന്നത് അതൊന്നും നോക്കണ്ട. നമ്മൾ ഇത്ര ഒപ്പിച്ചില്ലേ, നമുക്ക് അത് കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കണ്ട. എല്ലാം നഷ്ടപ്പെടുത്തി ഇത്രയും ഉണ്ടാക്കാമെങ്കിൽ കൊടുക്കുമ്പോ ബാക്കി കൂടെ ഉണ്ടാക്കിട്ട് കൊടുത്താൽ മതി. ഇത് വെക്ക്, ബാക്കി അമ്മയുടെ കയ്യിലുണ്ടോ? അത് പണയം വെക്ക്. വേണ്ട, അവരെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട. അത് ഞാൻ നോക്കണം. നീ വണ്ടി എടുത്തു. ചായ ആരുമില്ലേ? ചായ ആളുണ്ട്. എന്താ ജേഷ്ണ, ഇനി എന്താ വേണ്ടേ? പ്രശ്നങ്ങളായി പോയി. ഒന്നും മനഃപൂർവ്വമല്ല. ഇത് 25 ജേഷ്ണ, നാളെ അവധിയില്ലേ? ഞങ്ങളുടെ വസ്തു എഴുതി തരണ്ടേ? അത് കാര്യാക്കണ്ട, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. രജിസ്ട്രേഷൻ നമുക്ക് കല്യാണത്തിന് ശേഷം ഇറങ്ങട്ടെ.